ആദായ നികുതി പരിധി ഉയർത്തി 12 ലക്ഷം വരെ നികുതിയില്ല എന്നുള്ളതാണ് ഈ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ്, അല്ലെങ്കിൽ ആദ്യ സമ്പൂർണ്ണ ബജറ്റിലെ വലിയ പ്രഖ്യാപനം ആദായ നികുതിയിൽ വമ്പൻ ഇളവ് എന്നുള്ളതാണ്. അത് 12 ലക്ഷം വരെ ആദായ നികുതി ഇല്ല എന്നുള്ളതാണ്. നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. മധ്യവർഗത്തിന് വേണ്ടിയുള്ള കുറേയധികം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നികുതികളോ, ഒരു വലിയ നികുതികളവ് ഇത്ര കണ്ട് 12 ലക്ഷം വരെ, 10 ലക്ഷം വരെയൊക്കെ ആക്കിയേക്കാം എന്ന് കേട്ടിരുന്നെങ്കിലും ആദായ നികുതിയിൽ 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ആദായ നികുതിയുടെ പരിധി ഉയർത്തിയെന്ന് പറയുന്ന ഒരു വലിയ ഇളവാണ്. അത് ഇത്തരത്തിൽ മിഡിൽ ക്ലാസ്സിന് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതിന് തുടർച്ചയിൽ ആദായ നികുതി പരിധിയിൽ വന്നിളവ് എന്നുള്ളത് തന്നെയാണ് ഈ ബജറ്റിന്റെ ടേക്കവേ എന്ന് ഉറപ്പായും പറയാം. ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തി. പിന്നീട് ബാക്കി കുറേയധികം പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ, ധനമന്ത്രിയുടെ 8ാമത്തെ ബജറ്റിൽ ഉണ്ടായി. ഒരുപാട് സമയമൊന്നും നീണ്ട ഒരു ബജറ്റ് ആയിരുന്നില്ല. 11 മണിക്ക് തുടങ്ങി 12-18 ആകുമ്പോഴേക്കും തീർന്നു. നേരത്തെ ധനമന്ത്രിയുടെ തന്നെ റെക്കോർഡ് ഭേദിച്ച കൂടുതൽ സമയമൊന്നും എടുത്തുള്ള ബജറ്റ് അവതരണമായിരുന്നില്ല. പുതിയ ആദായ നികുതി ബില്ല് അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ഇന്ത്യ പോസ്റ്റിനെ രാജ്യത്തെ വലിയ ലോജിസ്റ്റിക് കമ്പനിയാക്കി മാറ്റുമെന്നും രാജ്യവ്യാപകമായി 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ വഴി പദ്ധതി നടപ്പാക്കുമെന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ബീഹാറിന് വേണ്ടി മക്കാന ബോർഡ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. സസ്യാഹാരികളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രം അറിയപ്പെടുന്ന മക്കാന എന്താണ് ബീഹാറിലെ ഒരു പ്രത്യേകതരം താമര വിത്ത്. ബീഹാറിന് വേണ്ടിയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടായി. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളുടെ ഒരു ഫോക്കസ് അതുതന്നെയാണ്. ബീഹാറിന് വേണ്ടി പ്രധാനപ്പെട്ട 3-ലധികം പ്രഖ്യാപനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ബീഹാറിന് വേണ്ടി ഉണ്ടായി. ബീഹാറിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഉണ്ടാകുന്നു. ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ബീഹാറിൽ ഉണ്ടാകുന്നു. ബീഹാറിന് വേണ്ടി പ്രത്യേക മക്കാന ബോർഡ് നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ആദായ നികുതി പരിധിയിൽ വമ്പൻ ഇളവെന്നുള്ളതാണ്. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളുടെ ഉപഭോഗശേഷി അല്ലെങ്കിൽ മധ്യവർഗത്തിൻ്റെ ഉപഭോഗശേഷി വല്ലാത്ത രീതിയിൽ കുറയുന്നു എന്നുള്ള കണക്കുകൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ടാക്സിൽ അത്രത്തോളം നികുതികളോ വരുത്തുമ്പോൾ അത് കൂടുതൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാനും മാർക്കറ്റിനെ കൂടുതൽ ചലനാത്മകമാക്കാനും ഈ രീതിയിൽ 12 ലക്ഷം രൂപ വരെ ആദായ നികുതി ഇല്ല എന്ന പ്രഖ്യാപനത്തിലൂടെ സഹായിക്കും എന്ന് തന്നെ ധനമന്ത്രി കരുതുന്നു എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അത് കഴിയുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ രണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ പ്രതിഫലനം ഈ ബജറ്റിൽ ബീഹാറിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളുടെ രൂപത്തിലും മധ്യവർഗത്തെ കൂടുതൽ ചേർത്ത് നിർന്ന രൂപത്തിലും ഈ 2 ഇലക്ഷനുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ ബജറ്റിൽ വളരെ വ്യക്തമാണ്. ബൽറാം തുടങ്ങി. ബൽറാം, ഈ ബജറ്റിന്റെ ഒരു ടേക്ക് അവേ എന്ന് പറയാവുന്നത് ഈ ആദായ നികുതിയിലുള്ള വമ്പൻ ഇളവ് തന്നെയല്ലേ ബൽറാം? തീർച്ചയായും ഹാഷ്മി, ഈ ബജറ്റിനെ കുറിച്ച് ആദ്യഘട്ടത്തിൽ ബജറ്റിന് മുമ്പ് നടത്തിയ ചർച്ചകളിൽ പ്രതീക്ഷിച്ചിരുന്നതിന് സമാനമായി തന്നെ മധ്യവർഗത്തെ മുന്നിൽ കണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ 16 മിനിറ്റ് നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ മധ്യവർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ടാക്സ് പരിധിയിലുള്ള ഇളവ് എന്ന് തന്നെയാണ്. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 80,000 രൂപ വരെ ലാഭിക്കാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ പ്രഖ്യാപനം എന്നുള്ളത്. 18 ലക്ഷം വരെ വരുമാനം ഉള്ളവർക്ക് 70,000 രൂപയും 25 ലക്ഷം വരെയുള്ളവർക്ക് 1,10,000 രൂപ വരെയും ലാഭമായിരിക്കും. 1 ലക്ഷം കോടിയുടെ പ്രത്യക്ഷ നികുതി നഷ്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഒട്ടേറെ സ്ഥാപനങ്ങൾ AI പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒപ്പമാണ് ഈ നികുതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമം, അത് അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് നികുതി ഘടന അത് ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നിയമമാണ് ഉണ്ടാകുക എന്നും ഇപ്പോഴുള്ള നികുതി നിയമത്തിന്റെ പകുതി പേജുകളും പകുതി ടെക്സ്റ്റുകളും മാത്രമുള്ള ഒരു നികുതി സംവിധാനമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലായിരിക്കും പുതിയ നിയമം എന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ലിഥിയം അയോൺ ബാറ്ററി ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അതിനായുള്ള അസംസ്കൃത വസ്തുക്കളിലുള്ള തീരുവ ഉൾപ്പെടെ ഇളവ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ബാറ്ററികൾ, ഒപ്പം തന്നെ ഇലക്ട്രോണിക് വെഹിക്കിൾ വാഹനങ്ങളുടെ ബാറ്ററികൾ എന്നിവ നിർമ്മിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കം. ഒപ്പം തന്നെ രാജ്യത്തെ പരമ്പരാഗത മേഖലകൾക്ക് സഹായിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും ബജറ്റിലുണ്ട്. അതിലൊന്നാണ് പാലക്കാട് ഐഐടിക്ക് സഹായം എന്ന് കേട്ടതിനപ്പുറം കേരളം എന്ന വാക്ക് അധികം പറഞ്ഞു കേട്ടില്ല. അതിനെയും ബജറ്റ് ഡോക്യുമെന്റ്സിന് കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ബജറ്റിലുണ്ട് എന്നറിയാൻ കഴിയുമോ ബൽറാം?
ഹാഷ്മി, നിലവിൽ ഈ പ്രസംഗത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും സാധാരണ നിലയിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ 1, 2, 3 സർക്കാരുകൾ സ്വീകരിച്ചു വരുന്ന ഒരു ശൈലി എന്നുള്ളത് ബജറ്റ് പ്രസംഗത്തിൽ ഓരോ സംസ്ഥാനത്തിനുമുള്ള വിഹിതം അത് എടുത്തു പറയാറില്ല, മറിച്ച് ആ ഡോക്യുമെന്റുകളിലാണ് ആ വിവരങ്ങൾ ഉണ്ടാവുക. അത് ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇപ്പോൾ ധനമന്ത്രി പ്രസംഗം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഇപ്പോൾ ആ രേഖകൾ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്നായിരിക്കും അത് പരിശോധിക്കുമ്പോൾ മാത്രമായിരിക്കും കേരളത്തിനുള്ള കൂടുതൽ കാര്യങ്ങൾ, നേരിട്ട് സാമ്പത്തിക സഹായം അടക്കമുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ ധനമന്ത്രി എന്നുള്ളത് വ്യക്തമാവുക. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും. നിലവിലിപ്പോൾ മധ്യവർഗത്തെ മുന്നിൽ കണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകും. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ആദ്യഘട്ടം പ്രസംഗം ആരംഭിച്ചത് തന്നെ കാർഷിക മേഖലയ്ക്കുള്ള പ്രോത്സാഹനം എടുത്ത് കാട്ടിക്കൊണ്ടാണ്. ഒപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി MSME മേഖലയിലുള്ള സഹായങ്ങൾ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള ഒരു ബജറ്റ് എന്ന് തന്നെയാണ് BJP ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അവകാശവാദം എന്നുള്ളത്. അതേസമയം നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ആദായ നികുതി പരിധി അത് 10 ലക്ഷം വരെ ആക്കിയേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ പ്രതീക്ഷകൾക്കപ്പുറം 12 ലക്ഷം എന്ന പ്രഖ്യാപനം ധനമന്ത്രി നടത്തി. അത് വലിയ ആരവത്തോടെയാണ് ഭരണപക്ഷം അതിനെ സ്വീകരിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ നടന്നിരിക്കുന്നത് നികുതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതാണ് ഈ 12 ലക്ഷം രൂപ പരിധിയാക്കിക്കൊണ്ടുള്ള തീരുമാന പ്രഖ്യാപനത്തോട് ഒപ്പം തന്നെ പുതിയ നികുതി നിയമം നടപ്പാക്കും എന്നുള്ള ധനമന്ത്രിയുടെ പ്രഖ്യാപനവും ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു. മറ്റ് മേഖലകളെ, രാജ്യത്തെ പരമ്പരാഗത മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചെറുകിട വായ്പകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉൽപാദനം, MSME അടക്കമുള്ള ചെറുകിട ഉൽപാദകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ ഒരു ഉൽപാദന ഹബ്ബാക്കി രാജ്യത്തെ മാറ്റുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. കൂടാതെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം 50 ടൂറിസം കേന്ദ്രങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന നൽകിക്കൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യ വികസനം, കൂടാതെ ഹോം സ്റ്റേകൾ ഉൾപ്പെടെയുള്ളവ ഇത് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്റെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വിവിധ മേഖലകളെ, രാജ്യത്തെ നിലവിലുള്ള തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ളവ പരിഹരിക്കാൻ ലക്ഷ്യം വെച്ച് മധ്യവർഗം അനുഭവിക്കുന്ന യാതനകൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാകുന്നത്. ഈ ആദായ നികുതി ബില്ല്, ലളിതമായ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ബില്ല് അടുത്തയാഴ്ച തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ മരുന്നുകൾ, ക്യാൻസർ രോഗികൾ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായ തീരുവ കുറച്ചുകൊണ്ടുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. 36 മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ഈ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സർക്കാർ ID ലഭ്യമാക്കുമെന്നും വ്യവസായ സൗഹൃദ നയങ്ങൾ വിപുലമാക്കുമെന്ന പ്രഖ്യാപനവും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയിരിക്കുന്നു. ഇൻഷുറൻസ് മേഖലയിൽ 100% പ്രത്യക്ഷ വിദേശ നിക്ഷേപം അനുവദിക്കുന്ന നയവും ധനമന്ത്രി ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് കാർഷിക മേഖലയുടേതടക്കമുള്ള മേഖലകൾ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഖ്യാപനങ്ങൾ, ഈ ഇടത്തരക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് ആദായ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ധനമന്ത്രിയുടെ 2 പ്രഖ്യാപനങ്ങൾ തന്നെയാണ് എന്ന് വിലയിരുത്താം. ഹാഷ്മി.